സിനിമയിൽ ആക്ഷൻ ഉണ്ട് ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഡ്രാമയിൽ കൂടുതൽ ഫൈറ്റിൽ കുറവ്, ഇമോഷണൽ കൂടുതൽ അങ്ങനെയല്ല ഈ സിനിമ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. എനിക്ക് ഏറ്റവും വർക്കായത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. ഇതൊരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു നറേറ്റീവ് ഉള്ള സിനിമയാണ്. രാജീവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു സ്വഭാവം ഈ നറേറ്റീവിനുണ്ട്. അപ്പൊ ആ കഥാപാത്രം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഡ്രാമയും ത്രില്ലും ഇമോഷൻസും ആക്ഷനും ഒക്കെയുണ്ട്. പക്ഷെ ഇതിനെ അങ്ങനെ ഒരു പ്രത്യേക ജോണറിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കെട്ടിയിടാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇതിനെ ഒരു ആക്ഷൻ സിനിമ എന്ന് വിളിക്കാനോ ഒരു ത്രില്ലർ സിനിമ എന്ന് വിളിക്കാനോ ഈവൻ ഒരു പ്യോർ ഡ്രാമ എന്ന് വിളിക്കാനോ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് എനിക്ക് സ്വഭാവമുണ്ട്, പല പല ജോണറുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ സിനിമയെ കുറിച്ച്. സുപരിചിതമായ കഥാസാഹചര്യങ്ങൾ അത്ര സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാൻ വരുമ്പോൾ ആ രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി വന്നാൽ നന്നായിരിക്കും. കാരണം ഒരു പക്ഷേ നിങ്ങൾ അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലല്ല ഈ പടത്തിന്റെ. അത് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കഥ പറയുന്ന രീതി അൺയൂഷ്വൽ ആണ് എന്ന് തോന്നുകയും മേ ബി അത് ഒരുപാട് നിങ്ങൾ തന്നെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കണക്ട് കിട്ടാത്ത പോലെ തോന്നിയേക്കാം. സോ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണ്, എല്ലാ സിനിമകളും ആക്ച്വലി അങ്ങനെയാണ് കാണുന്നത്. കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണെന്നൊന്നും സ്വയം ഒരു അസംഷൻ സൃഷ്ടിക്കാതെ നിങ്ങൾ വന്ന് കണ്ടാൽ ഒരു രസമുള്ള പരിപാടിയായിരിക്കും തോന്നുന്നു. അല്ല, കുറച്ചൊക്കെ പറഞ്ഞാൽ ഇന്നലെ ജയ്ക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജുവേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കും. ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഇവൻ ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജുവേട്ടൻ്റെ ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നമുക്ക് തയ്യാറാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാനിന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവിനും മീരയും ആർ ക്വിൻറ്റസെൻഷ്യലി നോബഡീസ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അങ്ങനെ ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ 20കളിൽ ഒരു 40കാരുടെയും ഒരു mid-30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ ഫോട്ടോക്ക് എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഉണ്ട്. അപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാമറ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി.
നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡ് ആയ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണ് അതിന്റെ ലുക്ക്, ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിൽ അങ്ങനെയായിരിക്കും. സോ ഐ വിൽ ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 20, 40, 60, 30 കണക്ക് എനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്, ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. സാറേ ആരാണ്? ആ ഓക്കെ. സാറേ ഈ ക്യാരക്ടറിന് വേണ്ടി വല്ല ബോഡി വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് അങ്ങനത്തെ ബ്രീഫൊന്നും അല്ല. രാജീവിന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നുമില്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം ഇങ്ങനെ ആക്കും, ശരീരം ഇങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നുമില്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവൻ. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങളൊരു പക്ഷേ ഇൻ റിയൽ വേൾഡ് രാജീവിനെ കണ്ടാൽ യു ഷുഡ് ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ളൊരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കുക അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. രാജുവേട്ടാ, ഹലോ.